വിജയിയുടെ ടിവിക്ക് ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു. ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മാത്രമായിരുന്നു ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചത്. 1000-ഓളം പേരായിരുന്നു പങ്കെടുത്തത്. വിജയ് നോമ്പ് തുറന്ന ശേഷം പ്രാർത്ഥനകളിലും പങ്കെടുത്തു. റംസാനിലെ 28-ാം നാളിലായിരുന്നു ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചത്. മഹാബലിപുരത്തെ 4 പോയിന്റ്സ് ബൈ ഷെറട്ടൺ ഹോട്ടലിൽ വെച്ചായിരുന്നു വിരുന്ന്. 6 മുതൽ 9 വരെയാണ് വിരുന്ന് സംഘടിപ്പിച്ചത്. വിജയ് ധരിച്ചത് വെള്ള ഷർട്ടും തവിട്ട് നിറമുള്ള പാൻസും തൊപ്പിയും ആയിരുന്നു. വിജയ് ചെറുപ്രസംഗവും നടത്തിയിരുന്നു. ടിവിക്ക് NDA സഖ്യത്തിൽ ചേരാനായി ചർച്ചകൾ നടക്കുന്നു എന്നുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ടായിരുന്നു. വിജയ് ഈയൊരു വാർത്ത നിഷേധിച്ചു. ഇതൊരു വ്യാജ പ്രചാരണമാണെന്ന് അദ്ദേഹം അറിയിച്ചു. അടുത്തതായി TVKയാണ് ഭരിക്കുക എന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം റംസാൻ ആശംസകൾ നേർന്നു. രാഷ്ട്രീയത്തിലേക്ക് വന്ന സമയം മുതൽ തന്നെ പല തെറ്റിദ്ധാരണകളും പ്രചരണങ്ങളും നടത്തപ്പെടുന്നുണ്ട്. പക്ഷേ ഇത്തരം തെറ്റായ പ്രചാരണങ്ങളൊക്കെ ഒന്നും ഫലം കണ്ടില്ല. വാർത്തകൾ കേൾക്കുമ്പോൾ ആശയക്കുഴപ്പം ഉണ്ടാവാം. പക്ഷേ ഞങ്ങൾ മതനിരപേക്ഷ എന്ന നയത്തിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. അപവാദം പ്രചരിച്ചാലും അത് വിശ്വസിക്കരുത്. കഴിഞ്ഞ വർഷവും വിജയ് ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചിരുന്നു. തിരഞ്ഞെടുപ്പിന് ഒറ്റയ്ക്ക് മത്സരിക്കാൻ തന്നെയാണ് തീരുമാനം എന്നാണ് പറഞ്ഞത്. ആരുമായും സഖ്യത്തിനില്ല. അരൂർ ദുരന്തത്തിന്റെ CBI കേസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ജനനായകൻ സിനിമയുടെ സെൻസർ കുരുക്കും വിജയിയെ സമ്മർദ്ദത്തിലാക്കും. 80 സീറ്റും ഉപമുഖ്യമന്ത്രി പദവും TVKക്ക് NDA വാഗ്ദാനം ചെയ്തിരുന്നുവെന്ന് കഴിഞ്ഞ ദിവസം പ്രചരിച്ചിരുന്നു. പക്ഷേ ഇതെല്ലാം തെറ്റാണെന്ന രീതിയിലാണ് വിജയ് സംസാരിച്ചത്. ഒരു സഖ്യത്തിനും ഇല്ല, അവർ ഒറ്റയ്ക്ക് തന്നെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്നാണ് പറഞ്ഞത്. ജില്ലാ ഭാരവാഹികളുടെ യോഗത്തിൽ സഖ്യം വേണമെന്ന അഭിപ്രായത്തിന് മുൻതൂക്കം ലഭിച്ചു എന്ന വാർത്തകൾ പ്രചരിക്കുന്നുണ്ടായി. ഭാരിച്ച തിരഞ്ഞെടുപ്പ് ചെലവ് ഏറ്റെടുക്കാൻ പറ്റിയ സ്ഥാനാർത്ഥികൾ ഇല്ലെന്നും ഓൺലൈൻ യോഗത്തിൽ ഭാരവാഹികൾ അറിയിച്ചു എന്നുമുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു. ഏതെങ്കിലും സഖ്യത്തിൽ ചേരാമെന്ന് അവർ അഭിപ്രായപ്പെട്ടു. ഈ രീതിയിലൊക്കെയായിരുന്നു വാർത്തകൾ പ്രചരിച്ചിരുന്നത്. പക്ഷേ ഇതൊക്കെ സത്യമാണെന്ന് പറയത്തക്ക രീതിയിലുള്ള അഭിപ്രായങ്ങളൊന്നും തന്നെ വിജയിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. സഖ്യം വേണ്ടെന്ന തീരുമാനത്തിൽ തന്നെയാണ് നേതൃത്വം എത്തിയിട്ടുള്ളത് എന്ന് വ്യക്തമാണ്. NDA TVKയുമായി സഖ്യമുണ്ടാക്കാൻ കിണഞ്ഞു ശ്രമിക്കുന്നു എന്ന രീതിയിലാണ് വാർത്തകൾ പ്രചരിച്ചിരുന്നതെങ്കിലും ഇതൊന്നും സത്യമാണെന്നുള്ളതിനുള്ള തെളിവുകൾ ഇല്ല. അതുപോലെ TVKയുടെ ജില്ലാ ഭാരവാഹികൾ സഖ്യത്തിൽ ചേരണമെന്ന് അഭിപ്രായപ്പെട്ടതിനും തെളിവുകളൊന്നും തന്നെ ഇല്ല. TVKയുടെ നേതൃത്വം പറയുന്നത് തങ്ങൾ സഖ്യത്തിൽ ചേരില്ല എന്നാണ്. അവർ ഒറ്റയ്ക്ക് തന്നെ മത്സരിക്കുമെന്നാണ്. സാമൂഹ്യ നീതി, മതനിരപേക്ഷ എന്നീ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചാണ് അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇഫ്താർ വിരുന്നിൽ 1000-ഓളം ആളുകൾ പങ്കെടുത്തിരുന്നു. ക്ഷണിക്കപ്പെട്ടവർ മാത്രമാണ് പങ്കെടുത്തത്. വിജയിയുടെ ചെറിയ ഒരു പ്രസംഗവും ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷവും വിജയ് ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചിരുന്നു.